നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. NDAയെ ഞെട്ടിച്ച് ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റം. മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി BJP. ഇന്ത്യ സഖ്യം 232 സീറ്റിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നീക്കം. കേരളത്തിൽ UDF തരംഗം. 20 സീറ്റുകളിൽ 18 മണ്ഡലങ്ങളിലും ശക്തി തെളിയിച്ച UDF. തൃശൂരിൽ താമര വിരിയിച്ച് NDAയുടെ ചരിത്ര വിജയം. ഒരു സീറ്റിലൊതുങ്ങി LDFന് ദയനീയ തോൽവി. തെക്കേ പുന്നയൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊട്ടരപ്പാട്ട് സജിയുടെ ഓടുമേഞ്ഞ ഒറ്റ നിലവീടാണ് ചൊവ്വാഴ്ച തകർന്നു വീണത്. ആളപായമില്ല. അടിപതറി BJP. വിറപ്പിച്ച് ഇന്ത്യ സഖ്യം. NDAയെ ഞെട്ടിച്ച് ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റം. മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി BJP. TDPയെ NDAയിൽ തന്നെ നിർത്തുന്നതിനായി ചന്ദ്രബാബു നായിഡുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഫോണിൽ സംസാരിച്ചു. NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് TDP നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയത്. TDPയുമായി ചർച്ച നടത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ. നിതീഷ് കുമാറുമായും ഇന്ത്യ സഖ്യം ചർച്ച നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തി ഭരണം പിടിച്ചെടുക്കാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുമ്പോഴാണ് ഭരണ തുടർച്ചയ്ക്കായി BJP, TDP ഉൾപ്പെടെയുള്ള NDA സഖ്യകക്ഷികൾ വിട്ടുപോകാതിരിക്കാനുള്ള നീക്കങ്ങളും സജീവമാക്കിയത്. ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്നും മോദി അറിയിച്ചു. കൂടെ നിർത്തുന്നതിനായി NDAയുടെ കൺവീനർ സ്ഥാനം ഉൾപ്പെടെ ചന്ദ്രബാബു നായിഡുവിന് BJP വാഗ്ദാനം ചെയ്തതായാണ് വിവരം. TDPയെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാക്കാനുള്ള നീക്കം സജീവമായതോടെയാണ് ചന്ദ്രബാബു നായിഡു മറുകണ്ഠം ചാടാതിരിക്കാൻ NDA കൺവീനർ സ്ഥാനമടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം മറുഭാഗത്ത് നിർണായക നീക്കങ്ങളുമായി കോൺഗ്രസും മുന്നോട്ടു പോവുകയാണ്. നിലവിൽ ഇന്ത്യ സഖ്യം 232 സീറ്റിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നീക്കം ആരംഭിച്ചു. ചന്ദ്രബാബു നായിഡുവിന്റെ TDP, നവീൻ പട്നായികിന്റെ BJD, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി കോൺഗ്രസ് സംസാരിക്കും. നിതീഷ് കുമാറിന്റെ JDUവിനെയും ഇന്ത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. 232 സീറ്റുകളിലാണ് ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. 293 മണ്ഡലങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസിന് നിലവിൽ 97 സീറ്റുകളിലാണ് ലീഡുള്ളത്. അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സീറ്റുകളിൽ മുന്നേറ്റം നടത്തുന്ന രണ്ടാമത്തെ പാർട്ടി. അതേസമയം 400 സീറ്റെന്ന പ്രതീക്ഷയിലായിരുന്ന NDAയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത്. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കഴിഞ്ഞവട്ടം 19%. ഇത് ഇത്തവണ 24.84% മാറി. 5% വോട്ട് വിഹിതം കൂട്ടാൻ കോൺഗ്രസിന് സാധിച്ചു. എന്നാൽ അതേസമയം BJPക്ക് വോട്ട് ഷെയറിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. ഇലക്ഷൻ ഡെസ്ക് CCTV. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം തൂത്തുവാരി UDF തരംഗം. 18 മണ്ഡലങ്ങളിൽ കൃത്യമായി വിജയമുറപ്പിച്ചപ്പോൾ 9 മണ്ഡലങ്ങളിലും UDFന്റെ ലീഡ് ലക്ഷത്തിന് മുകളിലാണ്. 18 മണ്ഡലങ്ങളിൽ UDF ശക്തി തെളിയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങളെ സാധൂകരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിൽ കാണാനായത്. തുടക്കത്തിൽ LDF ലീഡ് ചെയ്തെങ്കിലും പിന്നീട് എല്ലാ മണ്ഡലങ്ങളിലും UDFന്റെ കുതിച്ചുചാട്ടമാണ് കാണാനായത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 3.5 ലക്ഷത്തിനടുത്തെത്തിയപ്പോൾ എറണാകുളത്ത് ഹൈബി ഈഡനും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ സമദാനിക്കും 2 ലക്ഷത്തിന് മുകളിലാണ് ലീഡ്. കണ്ണൂരിൽ K സുധാകരനും കോഴിക്കോട് MK രാഘവനും വടകരയിൽ ഷാഫി പറമ്പിലും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും കൊല്ലത്ത് പ്രേമചന്ദ്രനും ലീഡ് ലക്ഷം കടന്നു. ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ അടൂർ പ്രകാശ് വിജയിച്ചു. തിരുവനന്തപുരത്ത് NDA മുന്നേറുന്ന സാഹചര്യമുണ്ടായെങ്കിലും അവസാന മണിക്കൂറിൽ ഭാഗ്യം UDFനെ തുണച്ച് ശശി തരൂർ വിജയിച്ചു. ത്രികോണ മത്സരം നടന്ന സിറ്റിംഗ് സീറ്റായ തൃശൂരിൽ കോൺഗ്രസിന് അടിപതറി. 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ആലത്തൂർ മണ്ഡലത്തിലും വോട്ടർമാർ കോൺഗ്രസിനെ തുണച്ചില്ല. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ ലീഡ് നിലനിർത്തി വിജയിച്ചു. ഇലക്ഷൻ ഡെസ്ക് CCTV. തൃശൂരിൽ താമര വിരിഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മിന്നും ജയം.
74,686 വോട്ടിനാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് സുരേഷ് ഗോപി കൈപ്പിടിയിൽ ഒതുക്കിയത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആദ്യ 1 മണിക്കൂറിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറായിരുന്നു മുന്നിൽ. എന്നാൽ പിന്നീട് സുരേഷ് ഗോപി ഓരോ ഇടവേളകളിലും തന്റെ ലീഡ് വർദ്ധിപ്പിക്കുകയായിരുന്നു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ലീഡ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ TN പ്രതാപൻ LDFിലെ രാജാജി മാത്യു തോമസിനെ 93,633 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. TN പ്രതാപന് 4,15,089 വോട്ടും രാജാജി മാത്യു തോമസിന് 3,21,456 വോട്ടുമാണ് ലഭിച്ചത്. അന്ന് 3ാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടും ലഭിച്ചിരുന്നു. പ്രതാപന് 39.83%, രാജാജിക്ക് 30.85%, സുരേഷ് ഗോപിക്ക് 19% വോട്ടുമാണ് ലഭിച്ചത്. സിറ്റിംഗ് MP-യായ TN പ്രതാപനെ മാറ്റി അവസാനഘട്ടത്തിലാണ് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. ശക്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടിയ പോരാട്ടത്തിൽ ഇക്കുറി സുരേഷ് ഗോപി 4,12,338 വോട്ടുകൾ നേടിയപ്പോൾ സുനിൽകുമാർ 3,37,652 വോട്ടുകളും K മുരളീധരൻ 3,28,124 വോട്ടും നേടി. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ലോക്സഭയിലേക്കുള്ള 2ാം അംഗത്തിൽ ചരിത്ര വിജയം നേടി BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നിലർപ്പിച്ച വിശ്വാസം സുരേഷ് ഗോപി കാക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകളിൽ 1 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവുണ്ടായപ്പോൾ LDFിന്റെ വോട്ടിൽ ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ നേടിയാണ് സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് CCTV. തൃശൂരിൽ ഈ വിജയം തനിക്ക് അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും തന്റെ ലൂർദ് മാതാവിനും പ്രണാമം എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി തന്റെ വിജയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത്. തൃശൂരിലെ ജനങ്ങൾ പ്രജാദൈവങ്ങളാണ്. വോട്ടർമാരെ വഴിതെറ്റിച്ചുവിടാൻ ശ്രമമുണ്ടായി. എന്നാൽ ദൈവങ്ങൾ അവർക്ക് വഴികാട്ടിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിന്റെ MP-യായി പ്രവർത്തിക്കുമെന്നും കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. മധുരം വിളമ്പിയാണ് സുരേഷ് ഗോപിയുടെ കുടുംബം വിജയത്തെ ആഘോഷമാക്കിയത്. മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്തുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ്. പ്രവർത്തകരല്ല, ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി. ഒരുപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആലത്തൂർ തിരിച്ചുപിടിച്ച് LDF. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന മന്ത്രിസഭയിലെ സീനിയർ മന്ത്രിയുമായ K രാധാകൃഷ്ണനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിച്ചത് പാർട്ടിക്കും മുന്നണിക്കും ആശ്വാസമായി. ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലത്തിൽ 2019 കോഴിക്കോട് കുന്നത്തൂരിൽ നിന്നെത്തി തീർത്തും പുതുമുഖമായ രമ്യ ഹരിദാസ് UDFനായി നേടിയത് അത്ഭുത വിജയമായിരുന്നു. മറ്റെവിടെ തോറ്റാലും ആലത്തൂരിലുണ്ടായ പരാജയം ഇടതുപക്ഷത്തിന് വല്ലാത്ത ക്ഷീണമായിരുന്നു. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തവണ മന്ത്രിയെ തന്നെ LDF രംഗത്തിറക്കിയത്. വിപരീത തരംഗത്തിന്റെ വേലിയേറ്റത്തിലും മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിച്ചത് ഇടതുപക്ഷത്തിന് അഭിമാനവും ആശ്വാസവുമായി. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും മുന്നിലെത്താൻ സാധിക്കാതെയാണ് രമ്യ ഹരിദാസിന്റെ പരാജയം. സംസ്ഥാനത്ത് UDF വിജയതരംഗം തീർത്തപ്പോൾ 1.5 ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിച്ച ആലത്തൂർ നിലനിർത്താൻ സാധിക്കാതെ വന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് നിരാശയായി. മണ്ഡലത്തിലെ സജീവകൂറ്, സംഘടനാ സംവിധാനത്തിലെ ദുർബലാവസ്ഥ, പ്രചരണത്തിൽ മേൽക്കോയ്മ നേടാൻ സാധിക്കാതെ പോയതെല്ലാം കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പിന്നോട്ടുപോക്കിന് കാരണമായിട്ടുണ്ട്. കേഡർ പാർട്ടി എന്ന നിലയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതും K രാധാകൃഷ്ണന്റെ പൊതുജനകീയയും പ്രതിച്ഛായയും സ്വീകാര്യതയുമെല്ലാം ഇടത് വിജയത്തിന് കാരണമായി. BJP ഏറ്റവും അന്തിമഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും ആരംഭിച്ചതെങ്കിലും TN സരസു എന്ന സ്ഥാനാർത്ഥി 2 ലക്ഷത്തിനടുത്ത് വോട്ട് നേടി ഏവരെയും ഞെട്ടിച്ചു.
കഴിഞ്ഞ 2 വർഷവും 86,000-ൽ പരം വോട്ട് മാത്രമേ നേടുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇക്കുറി ഇതിൽ നിന്ന് 1,00,000 വോട്ട് വർദ്ധിപ്പിച്ച് മണ്ഡലത്തിൽ BJPയും കരുത്ത് വ്യക്തമാക്കി. അന്തിമഫലം വരുമ്പോൾ ആലത്തൂർ അതിന്റെ ഇടത് സ്വഭാവം ഒരിക്കൽ കൂടി തെളിയിച്ചപ്പോൾ തീർച്ചയായും ഇടതു പ്രവർത്തകർക്കത് പൊതു തിരിച്ചടികൾക്കിടയിലും ആഹ്ലാദിക്കാനുള്ള വകയായി. ആദ്യമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യും. എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ചൂണ്ടിക്കാണിക്കും. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV. ജനവിധിയെക്കുറിച്ച് സ്ഥാനാർത്ഥികളും വിവിധ നേതാക്കളും പ്രതികരിച്ചു. പ്രതികരണം കണ്ടേക്ക്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത്. എന്നാൽ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് രാജ്യത്തുള്ളത്. നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇന്നത്തെ മുന്നേറ്റം, ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. മോഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്ന ഒരു കാര്യം. എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് അഗൈതവുമായി നന്ദിയുണ്ട്. ആദ്യമായിട്ട് അത് അറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് നേതാക്കന്മാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി, കുറെ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും കുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവര് ഒരേ ഒരു പക്ഷത്ത് നിന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം. നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടില്ല BJP. അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ചു പറയുന്നു. അത് കോർപ്പറേറ്റ് സ്പോൺസേഡ് ആണ്. എന്റെ ഒപ്പം പ്രവർത്തിക്കാനുണ്ടായിരുന്നവർ കോൺഗ്രസ്സുകാരും UDFകാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ലീഗിന്റെ ഒരു ഷോൾ ഇട്ട് തന്നു. ലീഗിന്റെ ആൾക്കാരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഭാവി കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും ഗുഡ്വിൽ എടുത്തിട്ട് മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ. ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായിട്ടും, പക്ഷെ അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ മൂല്യങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന രാഷ്ട്രീയമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 14,000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് 2019 അപേക്ഷിച്ച് വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥിക്ക് 1,00,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൌരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ NDAയുടെ 290 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിലും കേരളത്തിൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ച BJP പ്രവർത്തകർ. ചാവക്കാട് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. വാദ്യമേള അകമ്പടിയോടെ മുല്ലത്തറ ശ്രീ നാഗയക്ഷി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് ചാവക്കാട് നഗരം ചുറ്റി ക്ഷേത്രത്തിൽ തന്നെ അവസാനിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 അംഗങ്ങളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. കനത്ത പോലീസ് സുരക്ഷയാണ് ചാവക്കാടിൽ ഉണ്ടായിരുന്നത്. മണ്ഡലം പ്രസിഡന്റ് KR ബൈജു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബോഷി ചാനശ്ശേരി, പ്രദീപ് ഐനാപ്പുള്ളി, ജില്ലാ കമ്മിറ്റി അംഗം തേർലി സുമേഷ്, OBC മോർച്ച സംസ്ഥാന IT സെൽ കൺവീനർ അൻമോൽ മോത്തി, KG രാധാകൃഷ്ണൻ, വേലായുധകുമാർ, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, പ്രവർത്തകരായ മനീഷ് കുളങ്ങര, കെ സുമേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നിയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റുപുറം പരൂരിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. പടക്കം പൊട്ടിച്ചും നേതാക്കൾ അഭിവാദ്യം അർപ്പിച്ചും നടത്തിയ പ്രകടനത്തിൽ സ്ത്രീകളടക്കം നിരവധി പേർ പങ്കെടുത്തു. ബൈക്ക് റാലിയും ഉണ്ടായിരുന്നു. ആൽത്തറ സെന്ററിൽ സമാപിച്ചു. TK ലക്ഷ്മണൻ, കിരൺ ബാലചന്ദ്രൻ, ഗോകുൽ അശോകൻ, KC രാജു, ഇന്ദിരാ പ്രഭുലൻ, അനിത ധർമ്മൻ, ഹീര കൃഷ്ണദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെല്ലുവായിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. രാജേഷ് കുമാർ കുട്ടഞ്ചേരി, മനീഷ് മങ്ങാട്, അഖിൽ കുട്ടഞ്ചേരി, ജോൺസൺ കുട്ടഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് മനപ്പടി സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനം പന്നിത്തടം സെന്ററിൽ സമാപിച്ചു. BJP സംസ്ഥാന സമിതി അംഗം E. ചന്ദ്രൻ, സുരേന്ദ്രൻ വെള്ളറക്കാട്, ഷാജി ആദൂർ, അഭിലാഷ് കടങ്ങോട്, സുഭാഷ് ആദൂർ, MV ധനീഷ് എന്നിവർ നേതൃത്വം നൽകി. മാധ്യമരംഗം ജനകീയമായ കാലഘട്ടത്തിൽ KMPU നാടിന്റെ ശബ്ദമാണെന്ന് മന്ത്രി GR അനിൽ. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ 2ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാധ്യമരംഗം സമ്പന്നവർഗം കൈയടക്കുകയും അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് വാർത്ത മാറുന്ന കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി വസ്തുതകളെ കണ്ടെത്തുകയും നിഷ്പക്ഷമായി പ്രവർത്തിക്കാനും അതുവഴി സമൂഹത്തിന്റെ ശ്രദ്ധ നേടിയെടുക്കാനും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമനിധി, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കായി നിയമസഭയിൽ സംസാരിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ M. വിൻസെന്റ് MLA അറിയിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ മുഖ്യാതിഥിയായി. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയചന്ദ്രൻ ID കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മന്ത്രിയും ജീവകാരുണ്യ സേവന പ്രവർത്തകരെ ആദരിക്കൽ MLA നിർവഹിച്ചു. ഓൾ ഇന്ത്യ ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി V. ബാലഗോപാൽ, INTUC ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായ VR പ്രദേപൻ, STU സംസ്ഥാന ട്രഷറർ G. മാഹിൻ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ B. ഹർഷകുമാർ അധ്യക്ഷനായ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ A. അബൂബക്കർ സ്വാഗതവും മീഡിയ കോർഡിനേറ്റർ പാപ്പനംകോട് മുന്ന നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് M. റഫീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നടത്തി. പ്രവർത്തന റിപ്പോർട്ട്, സംഘടനാ ചർച്ച, മറുപടി എന്നിവയിൽ V. സെയ്ദ്, പീറ്റർ ഏഴിമല, വിവിധ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, മറ്റു പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പുതിയ സംസ്ഥാന പ്രസിഡന്റായി M. റഫീഖ് തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറിയായി M. സുവീഷ് ബാബു കണ്ണൂർ, ട്രഷററായി ഷാഫി ചങ്ങരംകുളം മലപ്പുറം, വൈസ് പ്രസിഡന്റ് AC ഗീവർ ചാലിശ്ശേരി പാലക്കാട്. വനിതാ പ്രതിനിധികൾ ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. കൊരട്ടിക്കര സ്വദേശി അരിയാടത്ത് വീട്ടിൽ 21 വയസ്സുള്ള വനോഷ്, മൂന്നാംകല്ല് സ്വദേശി പന്തായിൽ വീട്ടിൽ 23 വയസ്സുള്ള മിഥുൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ കാണിപ്പയ്യൂർ സ്വദേശി പൊളിയത്ത് വീട്ടിൽ 46 വയസ്സുള്ള സന്തോഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ 3 പേരെയും കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും പൂർണ്ണമായും തകർന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആർത്താറ്റ് ബെൻസ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. ചാവക്കാട് അഞ്ചങ്ങാടി സ്വദേശി പണ്ടാരത്തിൽ കറുത്ത വീട്ടിൽ 73 വയസ്സുള്ള ഫാറൂഖിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മുൻപിൽ പോകുകയായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിനെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ കാറിന്റെ മിററിൽ തട്ടി വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തെക്കേപ്പുനയൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊട്ടാരപ്പാട്ട് സജിയുടെ ഓടുമേഞ്ഞ ഒറ്റനില വീടാണ് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ തകർന്നു വീണത്. സംഭവ സമയം സജിയുടെ ഭാര്യ സൗമ്യയും 3 വയസ്സുകാരനായ ഇളയ മകൻ അഥർവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങിയതിനാൽ ആളപായം ഉണ്ടായില്ല. കുടുംബസ്വത്തായി ലഭിച്ച 20 വർഷം പഴക്കമുള്ള വീട്ടിലാണ് ഇവരുടെ താമസം. വീടിന്റെ ശോചനീയാവസ്ഥ രൂക്ഷമായതിനെ തുടർന്നാണ് വീട് നിലംപൊത്തിയത്. കഴിഞ്ഞ വർഷം ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകുകയും ലിസ്റ്റിൽ പേര് വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല. വീട് വീണതോടെ എവിടെ തലചായ്ക്കുമെന്ന ആശങ്കയിലാണ് കുടുംബം.
പുന്നിയൂർ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ വില്ലേജിലേക്ക് പോയിട്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ട് പഞ്ചായത്തിലും പോയിപ്പോ വില്ലേജിലും പോയോ? മെമ്പർ വിളിക്കുക, റിപ്പോർട്ട് കൊടുത്തിട്ടില്ലാന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടും തന്നിട്ടില്ല എനിക്ക്. അതാ ഒരു സെക്രട്ടറി പറഞ്ഞത്. പിന്നെ വില്ലേജ് പോയപ്പോൾ അവർ പറയണത് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുപോയോ, ഫോണിൽ കാണിച്ചപ്പോൾ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. പോർക്കുളം അഗതിയൂരിൽ കിണറ്റിൽ വീണ യുവതിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. അഗതിയൂർ സ്വദേശി പറപ്പൂർ വീട്ടിൽ ശ്രീഹരിയുടെ ഭാര്യ 29 വയസ്സുള്ള മഞ്ജുവാണ് കിണറ്റിൽ വീണത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കിണറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന യുവതി അബദ്ധത്തിൽ കിണറ്റിൽ വീണതാണെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. വീട്ടുകാരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ യുവതിയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എസ് സനിലാണ് കിണറിൽ ഇറങ്ങി യുവതിയെ പുറത്തെത്തിച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഓഫീസർമാരായ ലൈജു, നവാസ് ബാബു, പവിത്രൻ, ടോണി ജോസ്, ഹരിക്കുട്ടൻ എന്നിവരടങ്ങുന്ന സംഘം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. വൈകി കിട്ടിയ ഫുൾ A+, ആകാശയാത്ര നഷ്ടമായ വിദ്യാർത്ഥിയെയും ചേർത്തുപിടിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിമാനയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ 29-ന് നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു വിമാനയാത്ര. അന്നേ ദിവസം തന്നെ വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലേക്ക് മടക്കയാത്രയുമാണ് ഒരുക്കിയത്. 14 വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങിയ സംഘമായിരുന്നു യാത്രയിലുണ്ടായിരുന്നത്. യാത്രയുടെ തലേ ദിവസമാണ് ഇതേ വിദ്യാലയത്തിലെ AR ശ്രീഹരിക്ക് പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം വന്നതോടെ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചതായുള്ള വിവരം സ്കൂളിൽ അറിയുന്നത്. എന്നാൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രയായതിനാൽ സംഘത്തിനൊപ്പം യാത്ര ചെയ്യാൻ ശ്രീഹരിക്ക് സാധിച്ചില്ല. യാത്രയുടെ ചിത്രങ്ങൾ അപ്പോൾ തന്നെ ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരികയും കുട്ടികളിൽ പലരും സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തത് ശ്രീഹരിക്ക് വലിയ വിഷമമുണ്ടാക്കുകയും റിസൾട്ട് ഒരു ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ തനിക്കും ഇവരോടൊപ്പം യാത്ര ചെയ്യാമായിരുന്നു എന്ന സങ്കടം രക്ഷിതാക്കളുമായി പങ്കുവച്ചു. രക്ഷിതാക്കളിൽ നിന്നും വിവരമറിഞ്ഞ ക്ലാസ് ടീച്ചർ A. ധന്യ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസനോട് ശ്രീഹരിയുടെ സങ്കടം യാത്രക്കിടയിൽ പറഞ്ഞിരുന്നു. വിവരമറിഞ്ഞ ലബീബ് ഹസൻ യാത്രക്കിടയിൽ തന്നെ ശ്രീഹരിയുടെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ച് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നേരിൽ കാണാമെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ കൂടിയാലോചന നടത്തി ശ്രീഹരിക്കും യാത്രാ സൗകര്യമൊരുക്കാൻ തയ്യാറാവുകയായിരുന്നു. പറഞ്ഞ വാക്കിനപ്പുറത്ത് നടത്താൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. കാരണം വൈകി വന്ന ഒരാളെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷവും ഈ സമയത്ത് അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ശ്രീഹരിക്കും ശ്രീഹരിയുടെ പിതാവിനും മാതാവിനും സഹോദരനും ചേർന്ന് വിമാനയാത്രയും വന്ദേ ഭാരത് യാത്രയും നടത്തുന്നതിനുള്ള ടിക്കറ്റ് ഇവിടെ കൈമാറുകയാണ്. എന്നാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട വിഷമസ്ഥിതി മനസ്സിലാക്കി കുന്നംകുളത്ത് ഡ്രൈവറായ പിതാവ് AN രാഗേഷിനെയും മാതാവ് സിവ്യയെയും കരിക്കാട് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ ശ്രാവൺ കൃഷ്ണയെയും ശ്രീഹരിക്കൊപ്പം കൂട്ടാനും ഇവർക്കു കൂടിയുള്ള യാത്രാ ചെലവ് വഹിക്കാനും തീരുമാനിക്കുകയായിരുന്നു. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ ശ്രീഹരിയുടെ വീട്ടിലെത്തി കുടുംബത്തിന് യാത്രയ്ക്കുള്ള ടിക്കറ്റ് കൈമാറി. ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, PM ബെന്നി, CK അപ്പുമോൻ, ഗിൽബർട്ട് S പാറമേൽ, EMK ജിഷാർ, കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം KT ഷാജൻ മാസ്റ്റർ, പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, ക്ലാസ് ടീച്ചർ A. ധന്യ എന്നിവർ സന്നിഹിതരായിരുന്നു. സഹപാഠികൾക്കൊപ്പം യാത്ര ചെയ്യാനായില്ലെങ്കിലും കുടുംബത്തിനൊപ്പം വിമാനയാത്രയും വന്ദേ ഭാരത് യാത്രയും ചെയ്യാനായതിന്റെ ആഹ്ലാദത്തിലാണ് ശ്രീഹരി. ഈ മാസം 10-നാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നിന്നും കാണാതായ വിദ്യാർത്ഥികളെ കോയമ്പത്തൂരിൽ നിന്നും കണ്ടെത്തി. ആനായ്ക്കൽ സ്വദേശികളും MJD സ്കൂൾ വിദ്യാർത്ഥികളുമായ 2 പേരെ കുന്നംകുളത്ത് നിന്നാണ് കാണാതായത്. MJD സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആകാശ്, അഭിനന്ദ് എന്നിവരെയാണ് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ കുന്നംകുളത്ത് നിന്നും കാണാതായത്. അന്വേഷണത്തിൽ കോയമ്പത്തൂരിൽ നിന്നുമാണ് ഇരുവരെയും കണ്ടെത്തിയത്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിൽ സംയുക്ത ഊട്ടുനേർച്ചയുടെ കൊടിയേറ്റവും ഇടവക ദിനാഘോഷവും നടന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് നിർവഹിച്ചു. ജൂൺ 9-നാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്.
വൈകിട്ട് ദേവാലയ അങ്കണത്തിൽ നടന്ന ഇടവക ദിനാഘോഷം മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇടവക അംഗവും മണലൂർ വെസ്റ്റ് ഇടവക വികാരിയുമായ ഫാദർ ജോജു ചിരിയങ്കണ്ടത്ത് അധ്യക്ഷനായി. വിശ്വാസ പരിശീലനം റിപ്പോർട്ട് പ്രിൻസിപ്പാൾ ജോസ്ന സിജോയും ദേവാലയ റിപ്പോർട്ട് പള്ളി സെക്രട്ടറി നിസമ്മ സിജുവും അവതരിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കൈക്കാരൻ ജോസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. വിവാഹ ജീവിതത്തിൽ ജൂബിലി ആഘോഷിച്ച ദമ്പതികളെ ആദരിക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. പെരുമണ്ണ് കാർത്തിയനി ക്ഷേത്രത്തിൽ ചുമർ ചിത്രത്തിന്റെ നേത്രോന്മേലനവും സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നേത്രോന്മേലനം നടത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ചുമർ ചിത്ര സമർപ്പണവും ശില്പി ശശി കേച്ചേരി ആദരിക്കലും നിർവഹിച്ചു. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി, കെൽ ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ, ഗുരുവായൂർ ജ്യോതിദാസ്, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി മണികണ്ഠൻ, സെക്രട്ടറി എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത ചുമർ ചിത്ര കലാകാരൻ ശശി കേച്ചേരിയാണ് പുരാതനമായ ശിലാശില്പത്തിന്റെ ശൈലിയിൽ ദേവിയുടെ ചുമർ ചിത്രം വരച്ചത്. നായരങ്ങാടി സെന്ററിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാനകൾ വൃത്തിയാക്കി. വടക്കേക്കാട് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നായരങ്ങാടി സെന്ററിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പഞ്ചായത്ത് ഓഫീസിലേക്കും കടകളിലേക്കും വെള്ളം കയറിയിരുന്നു. വെള്ളക്കെട്ട് കാരണം കാൽനടയാത്രികരും വാഹനയാത്രികരും ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. 2 പദ്ധതികളിലായി 16 ലക്ഷം രൂപ ചെലവിട്ട് നായരങ്ങാടി സെന്ററിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരമുണ്ടായില്ല. ഇതേക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന കാനകളും തോടുകളും സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തുകയും കയ്യേറുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വിമുഖത കാട്ടുന്നത് ജനങ്ങൾക്കിടയിൽ ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചാവക്കാട് ബീച്ചിൽ ശക്തമായ തിരയിൽ വഞ്ചി മറിഞ്ഞു. മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. ചാവക്കാട് ബീച്ച് കിഴക്കൂട്ട് സുധീരനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റ സുധീരനെ കോട്ടപ്പുറം ലാസ്യോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരേ ദിവസം പിറന്ന മൂവർ സംഘം 1ാം ക്ലാസ്സിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തി. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് മൂവരും. അക്കിക്കാവ് കിഴക്കേതിൽ ആഷിഖ് അബുവിന്റെ മക്കളായ മുഹമ്മദ് അയാൻ, മുഹമ്മദ് അമാൻ, അസ്മിന ആഷിഖ് എന്നിവരാണ് 1ാം തരത്തിൽ പഠനം തുടങ്ങിയത്. 1ാം ദിനത്തിനായി ഉമ്മ സുമിന അണിയിച്ചൊരുക്കി ഗൾഫിലുള്ള ഉപ്പയും ഇടയ്ക്കിടെ വിളിച്ച് വിശേഷം തിരക്കുന്നുണ്ടായിരുന്നു. ഒറ്റപ്പിലാവിലെ വാടക ഫ്ളാറ്റിൽ നിന്നും സ്കൂൾ ബസ്സിലാണ് സ്കൂളിലേക്കുള്ള ഇവരുടെ യാത്ര. 2018 മെയ്യിലാണ് 3 പേരുടെയും ജനനം. അങ്കണവാടി മുതൽ ഒരേ ബെഞ്ചുകാരാണ് മൂവരും. LKG, UKG ക്ലാസുകൾ കൊരട്ടിക്കര സ്കൂളിൽ തന്നെയായിരുന്നു. പ്രധാന അധ്യാപിക പാർവതിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കുട്ടികളെ വരവേറ്റു. ഗുരുവായൂരിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ ട്രേഡേഴ്സ് കൾച്ചറൽ സെന്ററിന്റെ വാർഷികം ജൂൺ 10 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 നഗരസഭ ഫ്രീഡം ഹാളിൽ നടക്കുന്ന വാർഷികാഘോഷം മുൻ MLA KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയാകും. നഗരസഭാ പരിധിയിൽ നിന്നും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും CBSE പരീക്ഷയിൽ A1 ലഭിച്ചവരെയും ആദരിക്കും. അർഹരായ വിദ്യാർത്ഥികൾ ജൂൺ 6-നകം 98 95 76 06 11, 98 95 51 19 92 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് K ജോഫി കുര്യൻ, സെക്രട്ടറി CD ജോൺസൺ, വൈസ് പ്രസിഡന്റ് PA അരവിന്ദൻ, ജോയിന്റ് സെക്രട്ടറി AB ഷാജി, ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് നടന്ന 67ാമത് സ്കൂൾ ഗെയിമിൽ കരാട്ടയിൽ നാഷണൽ ലെവലിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും 2023-24 വർഷത്തിൽ +2 പരീക്ഷയിൽ മുഴുവൻ A+ നേടുകയും ചെയ്ത കരിക്കാട് ചോലമടത്തിൽ പറമ്പിൽ അലിയാർ മകൾ MA ആഷിഫയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം 15ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡന്റ് അബു പുത്തൻകുളം, മണ്ഡലം സെക്രട്ടറി CK സുലൈമാൻ, ശ്രീമതി ടീച്ചർ, റഫീഖ്, ഗോപി എന്നിവർ പങ്കെടുത്തു.
സമസ്ത കേരള സുന്നി ബാലവേദി കോട്ടോൾ റേഞ്ച് കൗൺസിൽ മീറ്റും മോട്ടിവേഷൻ ക്ലാസും നടത്തി. കാട്ടകമ്പൽ ചിറക്കൽ നമാ ഉൽ മദ്രസയിൽ നടന്ന കൗൺസിൽ മീറ്റ് അബ്ദുൽ ഹക്കീം ദാരിമി ഉദ്ഘാടനം ചെയ്തു. SBV ചെയർമാൻ റിമീസ് യമാനി അധ്യക്ഷത വഹിച്ചു. റേഞ്ച് സെക്രട്ടറി അബ്ദുൽ സലാം മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി. ചിറക്കൽ മഹല്ല് പ്രസിഡന്റ് EMK കുഞ്ഞുമോൻ ഹാജി ഖുറാൻ ടാലന്റ് ഷോയിൽ വിജയം കൈവരിച്ചവർക്കുള്ള സമ്മാനദാനം നടത്തി. കൺവീനർ ഷെഫീഖ് നുജുമി സ്വാഗതവും സെക്രട്ടറി മിസ്ഹാഖ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വെള്ളാളൂർ നൌഷാദ് തങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസിന് ശേഷം സമസ്ത കേരള സുന്നി ബാലവേദിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി മുഹമ്മദ് സിനാനും സെക്രട്ടറിയായി മുഹമ്മദ് റിസാനും മുഹമ്മദ് സോലി ട്രഷററുമായി പുതിയ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ നിർമ്മിച്ച നോട്ട് പുസ്തകങ്ങൾ, ഫിനോയിൽ, സോപ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കുന്നംകുളം നഗരസഭയുടെ സഹകരണത്തോടെ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രത്യേക സ്റ്റാൾ ആരംഭിച്ചു. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന കുന്നംകുളം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്റ്റാൾ സന്ദർശിച്ചു. ചൈതന്യയിലെ ജീവനക്കാരുമായി ഏറെ നേരം സമയം ചെലവഴിക്കുകയും ചൈതന്യയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുകയും ചെയ്താണ് ചെയർപേഴ്സൺ മടങ്ങിയത്. ഉൽപ്പന്നങ്ങൾ വിറ്റ് ലഭിക്കുന്ന ലാഭവിഹിതം ചൈതന്യയിലെ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. റഫേൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ കേരളത്തിൽ നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഏരിയയിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യം ദിനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. വീടുകളിലും നിരത്തുകളിലും മെഴുകുതിരികൾ കത്തിച്ച് പ്ലക്കാർഡുകൾ പിടിച്ചായിരുന്നു ഐക്യദാർഢ്യം. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ K ജയശങ്കർ, സാമൂഹിക പ്രവർത്തക ശ്രീമതി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. സോളിഡാരിറ്റി ഫോറം അംഗങ്ങളായ ഷാജു മുഹമ്മദ് ഉണ്ണി, മുജീബ് പട്ടേൽ, PA ഷാഹിദ്, MA കമറുദ്ദീൻ, നൌഷാദ് ബിൻ അലി, MH റഫീഖ്, P മുനീർ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. എല്ലാ യുദ്ധങ്ങളും മനുഷ്യർക്കെതിരെയായിരുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയായിരുന്നു. അമ്മമാർക്കും വയോവൃദ്ധർക്കും എതിരെയായിരുന്നു. സസ്യജാലങ്ങളെയും പക്ഷികളെയും എന്നു വേണ്ട എല്ലാ ജീവജാലങ്ങളെയും യുദ്ധം നശിപ്പിച്ചു. കഴിഞ്ഞ 7 മാസമായി ഗസയിലെ മനുഷ്യർക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യ ഹൃദയമുള്ള ഏതൊരാളെയും നടുക്കുന്നതാണ്. കാലങ്ങളായി പീഡനത്തിനു ഇരയായിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനതയോട് ഞാൻ ഐക്യപ്പെടുകയാണ്. അഭിവാദ്യങ്ങൾ. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻ പള്ളിയിൽ വിദ്യാരംഭ പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് യുവജന പ്രസ്ഥാനത്തിന്റെ വകയുള്ള സ്നേഹ സമ്മാനം വികാരി പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ വിതരണം ചെയ്തു. പരിപാടിക്ക് യുവജന പ്രസ്ഥാനം സെക്രട്ടറി നോബിൻ മാസ്റ്റർ, പള്ളി കൈസ്ഥാനി PV ഹെൻറി, പള്ളി സെക്രട്ടറി മരിയ C മാത്യു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ നിറവിലെത്തി നിൽക്കുന്ന പഴഞ്ഞി പെങ്ങാമുക്ക് ഹൈസ്കൂളിന് വിസ്മയകരമായ പുനർജന്മം. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടവും പരിസരവുമുള്ള പെങ്ങാമുക്ക് സ്കൂൾ പൊതുവിദ്യാലയങ്ങൾക്ക് വിസ്മയകരമായ പാഠപുസ്തകമായാണ് വിദ്യാർത്ഥികളെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം സ്കൂളിനെ സ്നേഹിക്കുന്ന സർവർക്കും മുന്നിൽ അമ്പരപ്പിന്റെ പുതിയൊരു കാഴ്ച തുറന്നിടുകയാണ് പെങ്ങാമുക്ക് ഹൈസ്കൂൾ. കഴിഞ്ഞ അധ്യയന വർഷം ഇവിടെ ഇങ്ങനെ കണ്ടിരുന്ന സ്കൂൾ പരിസരവും കെട്ടിടങ്ങളുമൊക്കെ ഇപ്പോൾ അങ്ങനെയല്ല. എല്ലാം അടിമുടി മാറിക്കഴിഞ്ഞു. ചുറ്റുമുള്ള പാഴ്മരക്കാടുകൾ മുഴുവൻ വെട്ടിത്തെളിച്ചു. ഒപ്പം പഴയ സ്റ്റേജ് അടക്കം പഴക്കമേറിയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു കളഞ്ഞ് പുതിയ വമ്പൻ ബിൽഡിംഗ് ഉയർന്നു കഴിഞ്ഞു. തലമുറകളായി ഇവിടെ പഠിച്ചവരുടെ നൊസ്റ്റാൾജിയയ്ക്കപ്പുറം ഇനി പഠിക്കാനിരിക്കുന്നവരുടെ ആവശ്യങ്ങളാണ് സ്കൂളിന്റെ പുനർജനനത്തിന് അമൃതാകുന്നതെന്ന് പുതിയ മാനേജ്മെന്റിനെ കൃത്യമായിട്ടറിയാം. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമായ നിരവധി രക്ഷിതാക്കൾ ഈ അധ്യയന വർഷം മുതൽ തങ്ങളുടെ മക്കളെ പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ചേർത്തി കഴിഞ്ഞു. പല കാരണങ്ങളാൽ ഇവിടെ നിന്നും വഴിമാറിപ്പോയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇക്കൊല്ലം തിരിച്ചു വരുന്നത് തീർച്ചയായും ഇപ്പോഴത്തെ പെങ്ങാമുക്ക് ഹൈസ്കൂളിന്റെ ഭൗതിക മാറ്റങ്ങളുടെ പേരിൽ തന്നെയാണ്. നമ്മുടെ മക്കൾ നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ പഠിക്കട്ടെ എന്നത് രക്ഷിതാക്കൾ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. അക്കാദമികവും മാനസികവുമായ ക്ഷേമത്തിനും പ്രാവീണ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന സമഗ്രമായ പഠനം വാഗ്ദാനം ചെയ്യുന്ന മികവിന്റെ വിദ്യാലയമെന്നാണ് പുതിയ ജീവിതപാതയിൽ
ഈ വിദ്യാലയത്തിന്റെ ടാഗ്ലൈൻ. കാട്ടകമ്പൽ പഞ്ചായത്തിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെടുന്ന 60 വർഷത്തെ പാരമ്പര്യമുള്ള പെങ്ങാമുക്ക് ഹൈസ്കൂൾ കുന്നംകുളം, പഴഞ്ഞി, പാറേമ്പാടം, ചിറക്കൽ എന്നിങ്ങനെ നഗര ഗ്രാമ ഭേദമന്യേ നിരവധി തലമുറകളുടെ വിദ്യാഭ്യാസ അഭയ കേന്ദ്രമായിരുന്ന പഴയ പ്രതാപകാലം തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങളാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെയും ദിശാബോധത്തോടെയും മുന്നേറിയതിന്റെ ഫലം കൂടിയാണ് ഇന്ന് കാണുന്ന സ്കൂളിന്റെ ഏറെ വിസ്മയകരമായ ഈ പുതിയ മുഖം. മറ്റെല്ലാ മാറ്റങ്ങൾക്കുമൊപ്പം സ്കൂളിന്റെ യൂണിഫോമും ഇക്കൊല്ലം മുതൽ മാറിക്കഴിഞ്ഞു. ഹൈടെക് ക്ലാസ് മുറികളും വാഹന സൗകര്യവും വിശാലമായ കളിസ്ഥലവും നവീകരിച്ച ലൈബ്രറിയും വായനമുറിയും ശാസ്ത്ര, ഗണിത, സാമൂഹ്യ ശാസ്ത്ര ലാബുകളും IT ലാബുകളും തുടങ്ങി പുതിയ കാലത്തെ അൺഎയ്ഡഡ് സ്കൂളുകളോട് എല്ലാ രീതിയിലും കിടപിടിക്കുന്ന ഒരു വിദ്യാലയം, അതും ഒരു പൊതുവിദ്യാലയത്തിനാണ് ഇവിടെ ഈ പെങ്ങാമുക്ക് ഹൈസ്കൂളിലൂടെ പുനർജീവൻ സമ്മാനിക്കുന്നത് എന്നത് വലിയൊരു വിസ്മയം തന്നെയാണ്. SSLC പരീക്ഷയിൽ തുടർച്ചയായി 8ാം തവണയും 100% വിജയം നേടിയ പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ്, മലയാളം മീഡിയങ്ങളിലായി പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഒപ്പം വിസ്മയകരമായ അക്കാദമിക സൗകര്യങ്ങളും. എരുമപ്പെട്ടി പഞ്ചായത്ത് മുരിങ്ങാത്തേരി 141 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകം വിതരണം ചെയ്തു. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് NK കബീർ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലിജോ കണ്ണനായ്ക്കൽ അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KK ജോസഫ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അമൃത ഷിജു, റോബിൻ റാഫേൽ അന്തിക്കാട്, മണി വെള്ളത്തേരി, രാജീവ് മുല്ലയ്ക്കൽ, സുന്ദരൻ നെല്ലുവായ്, പ്രകാശൻ മുരിങ്ങാത്തേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വെങ്കിടേശ്വരൻ സിന്ധു ദമ്പതികളുടെ മകനായ അഭിഷേകിനെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാലയമുറ്റം ഉണർന്നു. വേനൽ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾ മുറ്റത്തെത്തി. കുട്ടികളെ വരവേൽക്കാൻ പ്രവേശനോത്സവവും വിദ്യാലയങ്ങൾ ഗംഭീരമാക്കി. SSLC, +2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരവും ഒരുക്കി. UDF പാലയൂർ യൂണിറ്റ് കമ്മിറ്റി എക്സലൻസ് അവാർഡ് 2024 സംഘടിപ്പിച്ചു. ആധുനിക യുഗത്തിൽ ജീവിത വിജയം നേടാൻ വിദ്യാർത്ഥികൾ കരുതലോടെ കഠിനാധ്വാനത്തിലൂടെ മുന്നേറണമെന്ന് ഉമാ തോമസ് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജീവിതത്തിൽ ലക്ഷ്യബോധം പ്രാധാന്യമാണെന്നും വ്യക്തിത്വം സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്താൻ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കണമെന്നും MLA പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് ഐക്യജനാധിപത്യ മുന്നണി. വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാർത്ഥികൾ മുന്നേറുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന ദൗത്യമാണ് UDF ചെയ്തുവരുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. പ്രമുഖ മോട്ടിവേഷൻ ട്രെയിനർമാരായ ഡോക്ടർ ജിൻഡോ ജോൺ, രശ്മി വാര്യർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ SSLC, +2, CBSE, ICSE പരീക്ഷയിൽ വിജയിച്ച ചാവക്കാട് നഗരസഭാ പരിധിയിലെ 13, 14 വാർഡുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും UDF എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. UDF യൂണിറ്റ് ചെയർമാൻ ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുറഹീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി, KV സത്താർ, CA ഗോപപ്രതാപൻ, വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ, ഫിറോസ് തെക്കുംപുറം, ലത്തീഫ് പാലയൂർ, അനീഷ് പാലയൂർ, നൌഷാദ് തെക്കുംപുറം, CM മുജീബ്, PV മനാഫ്, ഖലീൽ ഷാ, KM സാദിഖ്, ആസിഫ് വലിയകത്ത്, സുഭാഷ് പൂക്കാട്ട്, ഇക്ബാൽ കാളിയത്ത്, അഷ്റഫ് അൻസിൽ, KS റഫീഖ്, CS സുബ്രം എന്നിവർ ആശംസകൾ അറിയിച്ചു. ആരിഫ് പാലയൂർ സ്വാഗതവും PV പീറ്റർ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി തിപ്പല്ലൂർ ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദര സദസ്സ് KR സതീശൻ ഉദ്ഘാടനം ചെയ്തു. V വിനോദ് അധ്യക്ഷനായി. അജയകുമാർ അഞ്ചേരി, വർഗീസ് കുറ്റിക്കാട്ട്, V ലൂക്കോസ്, PS കൃഷ്ണൻകുട്ടി നായർ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ V വിനോദ്, KR സതീശൻ, ജോയ് ചിറമൽ, M മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. CPIM പയ്യൂർ ബ്രാഞ്ചിന്റെയും DYFI യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പഠനോത്സവവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. പേലക്കാട്ട് പയ്യൂർ പ്രൗഢ വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം KT ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യാതിഥിയായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, ലോക്കൽ സെക്രട്ടറി TP റാഫേൽ, ലോക്കൽ കമ്മിറ്റി അംഗം M പീതാംബരൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NS ജിഷ്ണു, ചൂണ്ടൽ മേഖലാ സെക്രട്ടറി CJ ജിതിൻ, CPIM ബ്രാഞ്ച് സെക്രട്ടറി KK രഞ്ജിത്ത്, DYFI യൂണിറ്റ് സെക്രട്ടറി അബിൽ അശോകൻ എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും അഭിഭാഷകനായി എൻറോൾ ചെയ്ത KB ദേവദാസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അകലാട് വൈക്കം മുഹമ്മദ് ബഷീർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷാ വിജയികളെയും കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷനിൽ ഡോക്ടറേറ്റ് നേടിയ അജിഷ നൌഫലിനെയും ആദരിച്ചു.
പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഷാജി കോഞ്ചാടത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ് ഡോക്ടർ അജിഷ നൌഫൽ നയിച്ചു. പരിപാടിയിൽ വായനശാല സെക്രട്ടറി TS സജീഷ്, രക്ഷാധികാരി PM ഷിഹാബുദ്ദീൻ, പ്രസിഡന്റ് നിഷ എന്നിവർ സംസാരിച്ചു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PTA പ്രസിഡന്റും മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ KK മുബാറക് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ അലുമിനി അഡ്മിൻ KV അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി, ഗ്ലോബൽ അലുമിനി അഡ്മിൻ അംഗങ്ങളായ KV അബ്ദുൾ അസീസ്, ഖമർ ബാവ സാഹിബ്, സന്ധ്യ ടീച്ചർ, നസ്രിയ, സബരിയ, റീന കോനരാത്ത്, രജനി എന്നിവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. +2 വിഭാഗത്തിൽ സ്കൂളിനുള്ള മൊമെന്റോ PTA പ്രസിഡന്റ് KK മുബാറക്കിൽ നിന്ന് സുഭാഷ് മാഷ് സ്വീകരിച്ചു. SSLC വിഭാഗത്തിനുള്ള മൊമെന്റോ വാർഡ് മെമ്പർ ഫൈസൽ കാണാമ്പുള്ളിയിൽ നിന്ന് ജോഷി മാഷും ഏറ്റുവാങ്ങി. മരത്തംകോട് MGM LP സ്കൂളിൽ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി KK ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ കുട്ടികൾക്ക് നൽകുന്ന സ്കൂൾ ബാഗുകൾ മാനേജ്മെന്റ് സെക്രട്ടറി ബാബു CK വിതരണം ചെയ്തു. അധ്യാപകർ പഠന കിറ്റുകൾ നൽകി. PTA പ്രസിഡന്റ് ബീന സുമോദ്, MPTA പ്രസിഡന്റ് ജിജിലാൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹെൽജിസി എബ്രഹാം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫരീദ H നന്ദിയും പറഞ്ഞു. പെരുമ്പിലാവ് TM VHS സ്കൂളിൽ PTA പ്രസിഡന്റ് അബു പുത്തൻകുളത്തിന്റെ അധ്യക്ഷതയിൽ കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാനേജർ ചാക്കോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ആർത്താറ്റ് സിംഹാസനപ്പള്ളി വൈദികൻ ഫാദർ ഗീവർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ മുനീർ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് നൌഷാദ്, സീനിയർ അധ്യാപിക ഷീജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി മധുരപലഹാര വിതരണവും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥിയായ റിയ റോയിയെ അനുമോദിച്ചു. രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അധ്യാപികയായ മോട്ടി തമ്പി ക്ലാസ് നടത്തി. ചടങ്ങിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെയും NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പ്രധാനാധ്യാപകൻ രാജു ഡേവിഡ് നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് വൈലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ വാർഡ് മെമ്പറും പൂർവ്വ വിദ്യാർത്ഥിയുമായ M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ചന്ദ്രവതി സത്യൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ ജിയോ ജോർജ് രക്ഷിതാക്കൾക്കായി അവബോധ ക്ലാസ് എടുത്തു. മാതൃസംഘം പ്രസിഡന്റ് സബിത അനൂപ്, അധ്യാപകരായ AA സിസി, വിൻസി ജോസ്, ഫ്ലെമി C പ്രസാദ്, N ജോളി ജോസ്, CG മിനി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്ക് സമ്മാനപ്പൊതികളും സമ്മാനിച്ചു. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ PA മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫസീല സക്കീർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ KV മീനാക്ഷി ടീച്ചർ അക്ഷരദീപം കൊളുത്തി. ഓരോ കുട്ടിയുടെയും സമഗ്രമായ വളർച്ചയ്ക്കായി രക്ഷിതാക്കളും അധ്യാപകരോടൊപ്പം നിന്നു പ്രവർത്തിക്കേണ്ടതാണെന്നും ഓരോ പൊതുവിദ്യാലയവും ആ നാടിന്റെ ഐശ്വര്യവും അഭിമാനവുമായി മാറണമെന്നും ടീച്ചർ സദസ്സിനെ ഓർമ്മിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായ PT ഗോപി മാസ്റ്റർ, PTA ഭാരവാഹികളായ ബിജു ഇയാൽ, K സുജ ടീച്ചർ, ഫൈസൽ മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു. നവാഗതരായ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. കുട്ടികൾക്ക് മധുര പലഹാര വിതരണവുമുണ്ടായി. സ്കൂൾ പ്രധാന അധ്യാപിക ഗീത ടീച്ചർ സ്വാഗതവും സിൽവി ടീച്ചർ നന്ദിയും പറഞ്ഞു. AL നിർമ്മലമാത കോൺവെന്റ് സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ബ്ലെസി റോസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന ആഘോഷ പരിപാടിയിൽ ഡോക്ടർ സിസ്റ്റർ മറീന മുണ്ടാടൻ SABS മുഖ്യാതിഥിയായി. യുവ കർഷക അവാർഡ് ജേതാവ് പ്രിയൻ CM കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ചു. പരിസ്ഥിതി ദിനാഘോഷവും ഇതേ വേദിയിൽ നടന്നു. കുട്ടികൾ ചേർന്നൊരുക്കിയ നൃത്യങ്ങൾ വേദിയിൽ അരങ്ങേറി. ജൂൺ മാസത്തിൽ ജന്മദിനം ആഘോഷിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും കൂടി കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്തു. എല്ലാവരും ചേർന്ന് ദീപം തെളിയിച്ചു. നിറദീപങ്ങളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസുകളിലേക്ക് പ്രവേശിച്ചു. ജീജ, രാഗി, അശ്വതി, ജോസി, ഫ്ലിർജോ, അഖിൽ, വിമേഷ്, ജിബിൻ തുടങ്ങിയ അധ്യാപകർ നേതൃത്വം നൽകി. കരിക്കാട് അല്ലമീൻ സ്കൂളിൽ വർണ്ണാഭമായി പ്രവേശനോത്സവം നടത്തി. മാനേജർ അബു മുസ്ലിയാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ നാസർ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ഷാജു ആശംസ അറിയിച്ചു. അധ്യാപകരായ അനിത, ദിവ്യ, രുക്മിണി, അനിത K ജോസ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് പൂച്ചെണ്ടുകൾ നൽകി വരവേറ്റു. അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ ഗനി നന്ദി പറഞ്ഞു. പെരുമ്പിലാവ് TM VHS സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് അബു പുത്തൻകുളം അധ്യക്ഷത വഹിച്ച പ്രവേശനോത്സവത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ഫൗസിയ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മാനേജർ ചാക്കോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ആർത്താറ്റ് സിംഹാസനപ്പള്ളി വൈദികൻ ഫാദർ ഗീവർഗീസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി.
സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ മുനീർ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് നൌഷാദ്, സീനിയർ അധ്യാപിക ഷീജ ടീച്ചർ എന്നിവർ ആശംസ അർപ്പിച്ചു. കുട്ടികൾക്കായി മധുര പലഹാര വിതരണവും വിവിധ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ TMVHSലെ പൂർവ്വ വിദ്യാർത്ഥിയായ റിയ റോയിയെ അനുമോദിച്ചു. രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപികയായ മോട്ടി തമ്പി ക്ലാസ് നടത്തി. ചടങ്ങിൽ 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികളെയും NMMS സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ രാജു ഡേവിഡ് നന്ദി പറഞ്ഞു. തലക്കോട്ടുകര അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ C. സെലിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ C. ഷാൻഡി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നവാഗതരായ വിദ്യാർത്ഥികളെ വർണ്ണപ്പകിട്ടാർന്ന ബലൂണുകൾ നൽകി വിദ്യാലയത്തിലേക്ക് വരവേറ്റു. അക്ഷരമുറ്റത്തേക്ക് കൈപ്പിടിച്ചുവന്ന പിഞ്ചോമനകൾക്കായി ഒരുക്കിയ സെൽഫി കോർണർ കൗതുകമുണർത്തുന്ന അനുഭവമായി. ലോക പുകയില രഹിത ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. ചൂണ്ടൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ സ്മിത ഷാജി, PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ, റീന ടീച്ചർ, അഭിനവ് K. ആൻഡു എന്നിവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം സ്വപ്ന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക KM ശ്രീജാഭായ്, MPTA പ്രസിഡന്റ് ഉദയകൃഷ്ണ, SMC ചെയർമാൻ KA മനോജ്, OSA ചെയർമാൻ KV ഷൈബു എന്നിവർ സംസാരിച്ചു. വാദ്യഘോഷങ്ങളോടെ കുട്ടികളെ ആനയിക്കുകയും പൂക്കൾ നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പായസ വിതരണവും നടത്തി. കാഞ്ഞിരമുക്ക് MG സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷിച്ചു. പ്രധാന അധ്യാപിക ഗ്ലോറി ടീച്ചർ സ്വാഗതം പറഞ്ഞു. ഫാദർ KI ഏലിയാസ് അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. നവാഗതർക്ക് സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. സുജ ടീച്ചർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ചിഞ്ചു ഷാ ആശംസകൾ നേർന്നു. സാറാമു ടീച്ചർ നന്ദി പറഞ്ഞു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മധുരിക്കും വിജയം 2024 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. GCC ക്ലബ്ബ് ഹൗസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി. ക്ലബ്ബ് അംഗങ്ങളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചാക്കോളാസ് ഗോൾഡൻ കപ്പിൽ റണ്ണേഴ്സായ GCC അക്കാദമി അണ്ടർ-17 ടീം അംഗങ്ങളെയും മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, രക്ഷാധികാരി ബാബു നാസർ, വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ TM ബഷീർ, കേരള പോലീസ് ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, കോച്ചുമാരായ റംഷാദ്, നിഖിൽ, ഷൈബിൻ എന്നിവരും ആദ്യകാല ക്ലബ്ബ് അംഗങ്ങളായ ബാലൻ മാസ്റ്റർ, ഭാരവാഹികളായ AC ജോൺസൺ, ഷാജഹാൻ നാലകത്ത്, CV സാബു, നൌഷാദ് മുക്കൂട്ട, CV ഗിരീഷ്, ജോൺസൺ, ജിജു ജേക്കബ് എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ സ്വാഗതവും ട്രഷറർ CM ബഷീർ നന്ദിയും പറഞ്ഞു. പരിപാടികൾക്ക് പ്രസിഡന്റ് റോബർട്ട് തമ്പി, സെക്രട്ടറി AM ഇക്ബാൽ, ട്രഷറർ TM ബഷീർ എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NDAയെ ഞെട്ടിച്ച് ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റം. 3ാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി BJP. ഇന്ത്യ സഖ്യം 232 സീറ്റിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ് നീക്കം. കേരളത്തിൽ UDF തരംഗം. 20 സീറ്റുകളിൽ 18 മണ്ഡലങ്ങളിലും ശക്തി തെളിയിച്ച UDF. തൃശൂരിൽ താമര വിരിയിച്ച് NDAയുടെ ചരിത്ര വിജയം. ഒരു സീറ്റിലൊതുങ്ങി LDFന് ദയനീയ തോൽവി. തെക്കേ പുന്നയൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കൊട്ടരപ്പാട്ട് സജിയുടെ ഓടുമേഞ്ഞ ഒറ്റ നിലവീടാണ് ചൊവ്വാഴ്ച തകർന്നു വീണത്. ആളപായമില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.